ഈ കമ്പിന്റെ പുറത്ത് പിടിച്ചു തൂങ്ങി ഞങ്ങൾ 3.5 മണിക്കൂറാണ് ഒരു കുട്ടിയും 9 വലിയ ആൾക്കാരും ഇങ്ങനെ നിൽക്കുക. ദൈവത്തിനെ വിളിയോട് വിളി, വേറെ ഒന്നും വിളിക്കുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിനെ മാത്രം വിളിക്കുന്നത്. നേരിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പൊ പോകും. ഒരു ബാത്റൂമിന്റെ വാതിൽ പടയ്ക്കുമ്പോൾ പേടിയാകുന്നുണ്ട്. അത്ര ഒച്ച കടകടാന്നിങ്ങോട്ട് വരുമ്പോ ബെഡിന് ഞാൻ കിടക്കുന്ന കട്ടിൽ കംപ്ലീറ്റും വെള്ളത്തിലായിപ്പോയി. പൊന്താൻ വരെ കട്ടില വന്നിട്ട് എന്റെ കയ്യിലാണ് വീണ് പോയത്. കട്ടില ജനൽ പാളി എന്റെ ഈ 2 കയ്യിലും വന്ന് വീണ് കയ്യിൽ ഒരു കയ്യിൽ ഫോണ് വിട്ടുപോയി. വിട്ടിട്ട് ശേഷം ഞാൻ ഈ കട്ടില പിടിച്ച് തള്ളിയപ്പോൾ വേഗം അങ്ങോട്ട് മാറി, വേഗം എണ്ണിച്ച് രക്ഷപ്പെട്ടു. എന്റെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ പെണ്ണുങ്ങളുടെ അലമാരയൊക്കെ അവളും എത്തിട്ട് രക്ഷപ്പെടുത്താൻ വന്നതാ. അങ്ങനെ വന്ന് ഞങ്ങൾ ഒരു രോഗിയുണ്ട് വീട്ടിൽ. ആ രോഗിനെ പുറത്തിറക്കി കൊണ്ടുവന്ന് അടുത്ത വീട്ടിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് ഇവിടെ വീട് ഒളിച്ചു പോയി. അത്ര സമയം കിട്ടിയിട്ടുള്ളൂ. കംപ്ലീറ്റും കണ്ടുകൊണ്ടിരിക്കുക. ആ കയറിയ വീട്ടിൽ പോയപ്പോ ആ വീടിന്റെ ഒരു 8-10 ഒരു ചെറിയ സ്ഥലം, ഇത്ര സ്ഥലമുണ്ട്. അത് വെറും സീറ്റ്, ഈ പൊട്ടുന്ന സീറ്റ്, ഹോസ്പിറ്റൽസിന്റെ സീറ്റിട്ട് ഒരു കമ്പി ഇട്ടിക്കുക. ഈ കമ്പിന്റെ പുറത്ത് പിടിച്ചു തൂങ്ങി ഞങ്ങൾ 3.5 മണിക്കൂറാണ് ഒരു കുട്ടിയും 9 വലിയ ആൾക്കാരും ഇങ്ങനെ നിൽക്കുക. ദൈവത്തിനെ വിളിയോട് വിളി, വേറെ ഒന്നും വിളിക്കുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിനെ മാത്രം വിളിക്കുന്നത്. നേരിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പൊ പോകും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അടിയെ കംപ്ലീറ്റ് ഇത്രയായി. ഞങ്ങൾ കയറുന്ന സമയത്ത് വെള്ളം അത്ര വന്നിട്ടില്ലായിരുന്നു. ഇത് കയറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഓടിയാലും രക്ഷപ്പെടൂല, എവിടേക്കും പോകാൻ പറ്റൂല. 4 ഭാഗം വെള്ളം കൊണ്ട്, കല്ലും മണ്ണും മണലും വെള്ളം കൊണ്ട് നിറഞ്ഞുപോയി. കയറിയാലും ഞങ്ങൾ ഇറങ്ങിക്കാൻ രക്ഷപ്പെടാം. അത് ഞങ്ങൾ അവിടെ കയറി നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തെങ്ങുണ്ട് വീട്ടിൽ സൈഡിൽ, വലിയ തെങ്ങ, നല്ല കായൊക്കെ ഉള്ളതാ. ഇതുണ്ട് തന്നെ വന്നിട്ട് ചാരി അങ്ങോട്ട് പിടിച്ചു നിർത്തി. ആ തെങ്ങ് നിർത്തിയത് കൊണ്ട് ഞങ്ങളൊരു 7 മണി വരെ, ഒരു 3-3:30 തുടങ്ങിയിട്ട് 7 മണി വരെ ഞങ്ങൾ ആ നൃത്തം അവിടെ നിന്ന് 7 മണിക്ക് തൂങ്ങി നിന്ന വീട് മറിഞ്ഞു വീഴാൻ പോകുന്നു. ആ സമയത്ത് ഒരു തെങ്ങ് വന്ന് ഈ വീടിനെ താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? നൂലിനാണ് രക്ഷപ്പെട്ടത്. ആ തെങ്ങിനാണ് ഞങ്ങൾ ഇന്ന് നന്ദി പറയേണ്ടത്. അത് വന്ന് ആ നൃത്തം നിന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ആ തെങ്ങ് ആ വരവ് വന്നില്ലെങ്കിൽ, അല്ല സ്പീഡിൽ ആ വരികയാണെങ്കിൽ ആ വീട് കംപ്ലീറ്റ് ഇരുന്നു പോകും. ഈ തരത്തിലൊക്കെയാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്ന തരത്തിലാണ് ഓരോരുത്തരും രക്ഷപ്പെട്ട കഥകൾ നമ്മോട് പറയുന്നത്. പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഭൂമി സന്ദർശിച്ചാൽ നമുക്കറിയാം, ആ ദുരന്ത ഭൂമി സന്ദർശിച്ചാൽ അറിയാം, ഒരു ഗ്രാമം അപ്പാടെ നശിച്ചു പോയ നാമാവശേഷമായ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ വീടും ചൂരൽമലയാണോ? ആ, ചൂരൽമലയാണ്. നമ്മളെ വീട് കഴിഞ്ഞ മാസം ഒരു 1-ാം തീയതി നല്ലൊരു മഴ പെയ്തായിരുന്നു. ആ മഴയത്ത് ചെറിയ ഓവിട്ടിട്ട് നമ്മളെ വീടിന്റെ തൊട്ട് പുറകിലാണ് ഈ പുഴയെന്ന് വരുന്ന ഒരു കൈത്തോടുള്ളത്. ആ കൈത്തോട് ഓവിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അടഞ്ഞിട്ടുണ്ടായി. അന്ന് താഴത്തെ വീടുകാരും നമ്മളെ വീടൊക്കെ വെള്ളത്തിലായിരുന്നു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്ന് അതിനെ പറ്റിയിട്ട് ഒരു തീരുമാനമാക്കി മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഓവെടുത്ത് മാറ്റാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഞായറാഴ്ച രാത്രി ഒരു പൊട്ടുണ്ടായി ചെറുതായിട്ട്. അത് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ അമ്മായിയമ്മയും അമ്മോസനൊക്കെ അവിടെ പുഞ്ചിരിമട്ടത്തായിരുന്നു മുണ്ടക്കയില്. അവരെ പോയിട്ട് മോനും ഹസ്ബൻഡും കൂടെ പോയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് പിറ്റേന്ന് തിങ്കളാഴ്ച രാത്രി ഇതേപോലെ നമ്മളെ വീട്ടിലും വെള്ളം കയറി. കാരണം ഇത് അടഞ്ഞു നിൽക്കുന്നതിനെ കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ വെള്ളം കയറിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ശക്തമായിട്ട് മഴയാണ്. കിടന്ന് ഉറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. ആ മഴയത്ത് എണീച്ചിട്ട് നമ്മൾ അടുക്കള വാതിൽ തുറന്നു നോക്കുമ്പോൾ വെള്ളം വീടിന്റെ അടുക്കളയൊക്കെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഓടിക്കോളി മേലേക്ക് ഓടിക്കോളി പറഞ്ഞു. റോഡും നമ്മളെ വീടും ഒരേപോലെയാണ്. ഇപ്പൊ അവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മളെ വണ്ടികളൊക്കെ നമ്മളെ വീടിന്റെ സൈഡിലാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ അവിടെ കയറി നോക്കുമ്പോൾ ചൂരൽമല ടൗണിലുള്ള ആളുകൾ മൊത്തം ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും കാണാനില്ല. ഒന്നും വിറച്ചിട്ട് ചെറിയ മക്കളടക്കം വിറച്ചിട്ട് അവരെല്ലാരും നിൽക്കുക. അപ്പൊ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ശക്തി എനിക്കപ്പോ പഠിച്ചോൻ തന്നു. ഞാൻ അവരെല്ലാരും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ ഈ വെള്ളം കയറുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് കറണ്ടില്ല. അന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ കറണ്ട് പോയതാ. ഇത് സംഭവിക്കണ ഒരു 1 മണി 1:30 മണിക്കൊക്കെ സമയത്താണ് സംഭവിക്കണത്. പിന്നെ ഈ ടോർച്ച് ഫോണിന്റെ വെളിച്ചത്തിലും അല്ലാണ്ടൊക്കെയാണ് അവരെ കുളിപ്പിച്ച് അവരെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലുള്ള എല്ലാ ഡ്രസ്സും ഞാൻ കൊടുത്ത് അവരെല്ലാം സേഫാക്കി അവർക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ ആ വിറയിലൊക്കെ നിന്ന് വരുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്ന സമയത്ത് നമ്മളെ വീടിന്റെ ഏകദേശം ഒരു ഒരു 150 മീറ്ററിന്റെ ഇപ്പുറത്തേക്ക് വെള്ളമെത്തി. അപ്പത്തേക്ക് നമ്മളെ വീടിന്റെ അടുക്കളൊക്കെ ഏകദേശം വെള്ളമായി. അതില് പിന്നെ എല്ലാരും
കൂടെ ഓടിക്കോളി എന്നുള്ളൊരു പറച്ചിലാണ്. പിന്നെ എങ്ങോട്ട് ഓടും? അങ്ങനെ എല്ലാരും കൂടെ ഓടി വീട്ടിൽ നിന്ന ആൾക്കാരും. അതിലിടക്ക് നമ്മളെ പിന്നെ ഞായറാഴ്ച പൊട്ടിയാണല്ലേ പുഞ്ചിരിമട്ടത്ത് ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലുള്ള ആളുകൾ ഇപ്പൊ നമ്മളെ ചൂരൽമല വെള്ളാർമല സ്കൂളിൽ കൊടുന്ന് അവരെ ക്യാമ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവര് എങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നതെന്ന് എനിക്കറിയില്ല. അവര് ഒരു 10-25 ആളുണ്ട്, ചെറിയ മക്കളെല്ലാരും കൂടെ. അവരും ഓടി വീട്ടിലേക്കാ വന്നേ. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. എല്ലാം കൂടി ആകെ എന്താ പറയാ, നമ്മളെ നാട് മൊത്തം പോയി. കാരണം ഞാനൊരു ഹരിതകർമ്മസേന അംഗം കൂടിയാണ്. എന്റെ വാർഡാണ് അത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 10ാം വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങുന്ന വീടാണ്. നമുക്ക് എല്ലാവരായിട്ടും ഭയങ്കര കണക്ഷനുമാണ്. നമ്മൾ നേരം വെളുത്ത് കാണുന്ന ആളുകളാണ്. എല്ലാവരും പോയി.